കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് വലിയ മാറ്റത്തിന് ഗതാഗത വകുപ്പ് തുടക്കമിടുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്ത് വൻ സ്വീകാര്യത നേടിയിരിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തട്ടിവിട്ടു എന്ന പരാതിയും ശക്തമാവുകയാണ്. ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നിർണായക നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ച പദ്ധതി ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് സ്ത്രീ യാത്രക്കാരാണ് സ്വകാര്യ ബസ്സുകൾ ഉപേക്ഷിച്ച് KSRTC ഓർഡിനറി ബസ്സുകളിലേക്ക് മാറിയത്. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വർഷങ്ങളായി സ്ഥിരമായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന യാത്രക്കാരുടെ വലിയൊരു വിഭാഗം ഇപ്പോൾ സർക്കാർ ബസ്സുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യയാത്രാ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ പദ്ധതി സാമൂഹികമായി വലിയ നേട്ടമായിരുന്നുവെങ്കിലും സ്വകാര്യ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും അത് വലിയ സാമ്പത്തിക തിരിച്ചടിയായി മാറിയെന്നാണ് വിലയിരുത്തൽ. പല റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലോടേണ്ടി വരുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഗതാഗത വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് KSRTCയുടെ ഏകദേശം 40% ഷെഡ്യൂളുകളും സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്നവയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾ എത്തുന്നതിന് തൊട്ടു മുന്നിലോ പിന്നിലോ സർക്കാർ ബസ്സുകൾ സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. സ്വകാര്യ ബസ് ഉടമകൾ ഉയർത്തുന്ന പ്രധാന പരാതി ഇതാണ്. അവരുടെ തൊട്ടു മുന്നിൽ സർക്കാർ ബസ് എത്തുമ്പോൾ യാത്രക്കാർ മുഴുവൻ സൗജന്യയാത്ര ലഭിക്കുന്ന ബസ്സിലേക്ക് മാറുകയാണ്. ഇതോടെ സ്വകാര്യ ബസ്സുകൾക്ക് യാത്രക്കാരെ കിട്ടാതെ വരികയും ദിവസവരുമാനം കുത്തനെ ഇടിയുകയും ചെയ്യുന്നു. പലപ്പോഴും ഡീസൽ അടിക്കാനുള്ള തുകയും ജീവനക്കാരുടെ ശമ്പളവും കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഒരേ റൂട്ടിൽ മത്സരിച്ചോടുന്ന സർക്കാർ ബസ്സുകളുടെ സമയക്രമത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്താനാണ് തീരുമാനം. ഇതിലൂടെ സ്വകാര്യ ബസ്സുകൾക്കും യാത്രക്കാരെ ലഭിക്കുമെന്നും ഇരുവിഭാഗത്തിനും നിലനിൽപ്പിന് അവസരം ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷ. പുതിയ സമയക്രമം നടപ്പിലാക്കുമ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാകുകയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. മത്സരയോട്ടം ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. എന്നാൽ ഈ മാറ്റം KSRTCയുടെ സ്വന്തം വരുമാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. സൗജന്യയാത്രാ പദ്ധതി നിലവിൽ വന്നതിനു ശേഷം ഓർഡിനറി ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരുന്നു. പല റൂട്ടുകളിലും ബസ്സുകളിൽ ഇരിക്കാൻ പോലും സ്ഥലം ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. അതേസമയം സ്വകാര്യ ബസ് മേഖല പൂർണ്ണമായും തകർന്നാൽ അത് സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തെ മൊത്തത്തിൽ ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കാരണം സംസ്ഥാനത്തെ ഉൾപ്രദേശങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇപ്പോഴും വലിയ തോതിൽ സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. അവ ഇല്ലാതായാൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് സ്വകാര്യ ബസ് മേഖല. ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മെക്കാനിക്കുകൾ, ക്ലീനർമാർ തുടങ്ങിയ നിരവധി കുടുംബങ്ങളുടെ ജീവിതം ഈ മേഖലയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കം പലരും സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ സമയക്രമത്തിൽ മാറ്റം വരുമ്പോൾ സാധാരണക്കാരായ യാത്രക്കാർക്ക് അധിക സമയം ബസ് സ്റ്റാൻഡുകളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യത്തെ ബാധിക്കാതെ സ്വകാര്യ ബസ് മേഖലയെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കണം സർക്കാർ സ്വീകരിക്കേണ്ടത്. സാമൂഹിക ക്ഷേമവും പൊതുഗതാഗതത്തിന്റെ നിലനിൽപ്പും ഒരുപോലെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ളത്. പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് വലിയ ആശ്വാസമായപ്പോൾ സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പും അത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുകയാണ്.